അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനു ആണെങ്കിൽ അലീനയും കൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. വന്ന് ഡോറ് കൊടുക്കുന്ന കമലയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ ഞെട്ടുകയാണ്. കമലയ്ക്ക് അലീനയെ കണ്ടപ്പം തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മനു അലീനയും കൂടെ നേരെ കമലയുടെ അടുത്തോട്ട് വരികയാണ്. എങ്ങോട്ട് പോവുക രണ്ടുപേരും കൂടെ? ഇവിടെ വിളിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോവാടാ എന്ന് മനുവിനോട് ചോദിക്കുകയാണ് കമല. അത് അകത്തേക്കോ? ആ, ഞങ്ങളാണെങ്കിൽ പാലാ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അങ്ങ് വിവാഹം കഴിച്ച് ഇപ്പം ഇവളെൻ്റെ ഭാര്യ എന്ന് മനു പറയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ഞെട്ടി മനുവിനെ നോക്കുവാണ്. ഇവളെയും കൊണ്ടേ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കണ്ട, ഈ വീട്ടിലേക്ക് കയറിപ്പോവല്ലോ എന്ന് കമല പറയുകയാണ്. എന്നെങ്കിൽ ഞാൻ വേറെ വീടെടുത്തോളാം, ഞങ്ങൾ താമസം അങ്ങോട്ടാക്കിക്കോളാം എന്ന് പറയാണ്. അപ്പം കമലയ്ക്ക് ദേഷ്യം വരികയാണ്. നീ അങ്ങനെ ഇവളെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട, അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. അപ്പം മനു പറയാണ്, അമ്മയുടെ സമ്മതം എന്തിനാണ്? ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിച്ച്, ഇനി അമ്മയുടെ സമ്മതം എന്തിനാ എന്ന് മനു ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് കമല ഇങ്ങനെ ദേഷിച്ച് അലീന ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, അമ്മ ചുമ്മാതെ BP ഒന്നും കൂട്ടണ്ട, ഇവൾക്ക് മുത്തശ്ശി ഒന്ന് കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു, എന്നെങ്കിൽ കണ്ടിട്ട് പോയി കളയാം എന്ന് വിചാരിച്ച് ഞാനാണ് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് മനു പറയാണ്. അപ്പോഴത്തേക്ക് കമലയ്ക്ക് ഒരു ആശ്വാസമാവുന്നുണ്ട്. ഇവളെ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയെ കാണാനായിട്ട്? ഇവളാര്? അമ്മയുടെ കൊച്ചുമോളോ? അല്ലല്ലോ, ഒരു ഹോം നേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അവളെ പ്രത്യേകിച്ച് അമ്മയെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇവളെ മര്യാദയ്ക്ക് കൊണ്ടാക്കാൻ പറയുകയാണ്. അപ്പം മനു പറയുകയാണ്, എന്തായാലും ഇവിടം വരെ വന്നില്ലേ മുത്തശ്ശിയെ കാണാൻ, ഇനി എന്തായാലും മുത്തശ്ശിയെ കണ്ടിട്ടേ പോകത്തുള്ളൂ, അമ്മയൊന്ന് മാറിയിക്കേ എന്നും പറഞ്ഞ് കമല അടുത്ത് പിടിച്ച് മാറ്റിയിട്ട് മനു ആണെങ്കിൽ അലീനയും കൊണ്ട് അകത്തോട്ട് പോവുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അകത്തേക്ക് ചെല്ലുന്ന മനു ആണെങ്കിൽ മുത്തശ്ശിയുടെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശീന്ന് വിളിച്ചിട്ട് ചെല്ലുകയാണ്. ആ, എന്താടാ മോനെ, നീ എറണാകുളത്ത് നിന്ന് എപ്പം വന്ന് എന്ന് ചോദിക്കുകയാണ്. ഇപ്പം വന്നതേ ഉള്ളൂ, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് മുത്തശ്ശിയെ കാണാൻ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, ആരാ എന്നെ കാണാനായിട്ട് എന്നെ കാണാൻ വരാൻ ആരും ഇല്ലല്ലോ, അതൊക്കെയുണ്ട്, ഒരാൾ മുത്തശ്ശി കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീന കയറി വരികയാണ്. നീ എന്നെ കാണാൻ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ വായേ എന്നും പറഞ്ഞ് അലീനയെ പിടിച്ച് അടുത്തിരിക്കുന്നുണ്ട്. അപ്പം അലീനയ്ക്കും അതുപോലെ മുത്തശ്ശിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ കണ്ണെന്ന് പറയുന്നുണ്ട്. എന്താ മുത്തശ്ശി? അല്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുമ്പം നീ അവിടുത്തെ ഒരു ഹോം നേഴ്സായിരുന്നു, ഇപ്പം നീ അവിടുത്തെ മുതലാളിയല്ലയോ, അപ്പം നീ എന്നെ കാണാനായിട്ട് ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അലീന പറയാണ്, ഞാൻ എന്തിനാണ് മുത്തശ്ശിയോട് ദേഷ്യപ്പെടുന്നത്, ഞാൻ ആ പഴയ ഹോം നേഴ്സ് തന്നെയാണ്, ഇപ്പോഴും ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് എല്ലാവരുടെയും കാര്യം നോക്കി നടക്കുന്ന ആ പഴയ ആൾ തന്നെ, എനിക്കൊരു മാറ്റവും ഇല്ല. മറ്റുള്ളവർക്ക് ആ മുത്തശ്ശിയെ മാറ്റം. പിന്നെ ഞാൻ അച്ഛൻ്റെ മോളായതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ആരുടെയും അധികാരമോ അവകാശമോ ഒന്നും വേണ്ട. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, ഓ, ഇവിടെ വലിയ കഷ്ടമാണ്, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം ആലീന ചോദിക്കുകയാണ്, മുത്തശ്ശിക്ക് കൊല്ലപ്പള്ളിയിലേക്ക് വന്നൂടെ, അവിടെ ഞാനുണ്ടല്ലോ, ഞാൻ മുത്തശ്ശിയെ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ കുഞ്ഞെ, എല്ലാവരും കൂടെ വിചാരിക്കട്ടെ, ഇനി ആരെങ്കിലും എന്നെ അവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് മുത്തശ്ശി പറയാണ്. അങ്ങനെ മുത്തശ്ശിയും അലീനയും കൂടെ കുറേ നേരം ഇത് സംസാരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ കമല കണ്ടപ്പം അലീനയെ കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? ആ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഞാനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല, ഞാൻ അലീനയും കൊണ്ട് ഈ കയറി വന്ന്, അലീനയ്ക്ക് മുത്തശ്ശിയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുപോരുന്നതാണെന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കടപ്പാട്ടൂർ കൊണ്ടുവിടണം എന്ന് മനു പറയാണ്. മുത്തശ്ശി, നീ ഇവിടേക്ക് വന്നതാണോ? അല്ല മുത്തശ്ശി, ഞാൻ രേവതിക്കുട്ടിയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ കയറിയതാണെന്ന് അലീന പറയാണ്. അങ്ങനെ അവർ സംസാരിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം അവിടുന്ന് ഇറങ്ങുമ്പോഴും കമല അലീനയുടെ അടുത്ത് പറയാണ്, ഇവൻ ഇങ്ങോട്ട് വരാൻ നിന്നെ വിളിക്കും, നീ ഇങ്ങോട്ട് വന്ന പോലെ, അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. മനു പറയാണ്, അലീന ഇങ്ങോട്ട് താമസിക്കാനൊന്നും വന്നതല്ല, മുത്തശ്ശിയെ കണ്ടു പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് ഇറങ്ങുകയാണ്. കമല ഇങ്ങനെ ദേഷിച്ച് അലീനയെ നോക്കുകയാണ്. അങ്ങനെ വണ്ടി കയറി നേരെ കടപ്പാട്ടൂർ എത്തുകയാണ്. എത്തുമ്പം മനു പറയാണ്, എനിക്കിപ്പം ഈ യാത്ര തീർന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അതെന്താ മനുവേട്ടാ? അല്ല, ഇനിയിപ്പം പഴയതുപോലെ ആയില്ലേ, ഈ 2 ദിവസം നല്ലതായിരുന്നു, കുറേ സമയം നിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റി എന്ന് മനു പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെ അവരുടെ കുറേ റൊമാൻറ്റിക് രംഗങ്ങളുണ്ട്. ആണെങ്കിൽ അലീനയ്ക്ക് ഒരു ഫ്ലൈയിങ് കിസ് കയ്യിൽ കൊടുക്കുകയും അതേപോലെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും സന്തോഷത്തോടെ അലീന അങ്ങനെ കടപ്പാട്ടൂർ വിടുകയാണ്. മനു പോകുന്നത് നോക്കി അലീന ഇങ്ങനെ നിൽക്കുകയാണ്. മനു ആണെങ്കിൽ കാറിൽ നിന്ന് അലീന ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നിട്ട് മനുവിനാണെങ്കിൽ അലീനയെ അവിടെ വിട്ടിട്ട് പോകാൻ ഒരു താല്പര്യമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടുതൽ അങ്ങ് പ്രണയിക്കുകയാണ്.
അലീന അറിയാതെ തന്നെ മനുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ആ യാത്രയിലൂടെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. ഇനി മനുവിന് അലീനയും അലീനയ്ക്ക് മനുവിനെയും വിട്ടുപോകാൻ വിധത്തിൽ അവർ അടുത്തിരിക്കുകയാണ്.